അപ്പോൾ ചമരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ള കുറച്ച് യൂട്യൂബേഴ്സ് ഒക്കെ ഇല്ലേ, അവരുടെ ഫേക്ക് ഐ ഡിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സെർച്ച് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് ഫേക്ക് ഐ ഡി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ ആണെന്ന് പോലും തോന്നിപ്പോവും. അവർ ഐഡിയ ഒക്കെ കണ്ടിട്ട് ഞാൻ വരെ ഞെട്ടിപ്പോയി. പിന്നെ ചമരെ വേറൊരു കാര്യം, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ റെഡിയും കോഡ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ ഒന്ന് സബ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ പോയിട്ട് റെഡിയും കോഡ് ഒന്ന് കമന്റ് ചെയ്യുക. ഏത് കമന്റിനാണോ 0 ലൈക്ക് കിട്ടുന്നത് അവർക്കായിരിക്കും നമ്മൾ റെഡിയും കോഡ് ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കാൻ പോകുന്നത്. എന്തായാലും ഇനിയും പറഞ്ഞാൽ ലാഗടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കൊച്ചമാരെ നമ്മൾ ഫസ്റ്റ് തന്നെ സെർച്ച് ചെയ്യാൻ പോകുന്നത് അക്ഷയ് AKZ ഐഡിയ ആണ്. ഈ ഒരു മച്ചാന്റെ യൂട്യൂബ് ചാനൽ നോക്കാനാണെങ്കിൽ 1.4 മില്യൺ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു മച്ചാന്റെ ഫാൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഗെയിമിൽ ചെന്നിട്ട് അക്ഷയ് AKZ എന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അവിടെ ആയിട്ടൊരു നൂബേഡി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സൂക്ഷിച്ചൊന്ന് നോക്കാനാണെങ്കിൽ കാണാൻ പറ്റുമോ, ആ ഒരു മച്ചാൻ 25 ദിവസമൊക്കെ ആയി ഗെയിമിൽ കയറിയിട്ട്. പിന്നെ ആ ഒരു ഐഡിയ ഇൻസ്പെക്ട് ചെയ്ത് നോക്കിയപ്പോൾ പുള്ളിക്കാരന് 4 ലെവലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ ഒരു മച്ചാന്റെ ലൈക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം 800-നടുത്ത് ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളിപ്പോൾ ചോദിക്കുക 800 ലൈക്ക് വലിയ കാര്യമാണെന്ന്, പക്ഷെ വെറും 4 ലെവൽ കൊണ്ട് 800 ലൈക്ക് അടിക്കുന്നത് വലിയ കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്ന വാക്സ് 777 ഫേക്ക് ഐഡിയ ആണ്. ഈ ഒരു മച്ചാന്റെ യൂട്യൂബ് ചാനൽ നോക്കാനാണെങ്കിൽ 3 ലക്ഷത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു മച്ചാന്റെ ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചെന്നിട്ട് ഒരു ബ്ലൂ ഹാർട്ട് ഇട്ടേക്കുക. നമ്മൾ ഗെയിമിൽ ചെന്നിട്ട് വാക്സ് 777 സെർച്ച് ചെയ്തപ്പോൾ 2 ഐഡിയ ആണ് അവിടെ കാണാൻ കഴിഞ്ഞത്. അതിൽ ഒരു ഐഡിയ നോക്കിയപ്പോൾ 4 മിനിറ്റിന് മുമ്പേ പുള്ളിക്കാരൻ ആക്റ്റീവിൽ ഉണ്ടായിരുന്നു. മറ്റേ പുള്ളിക്കാരൻ ഒരു ദിവസമായി അക്കൗണ്ടിൽ കയറിയിട്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇടുന്ന പുള്ളിക്കാരന്റെ ഐഡിയ ഇൻസ്പെക്ട് ചെയ്ത് നോക്കിയപ്പോൾ പുള്ളിക്കാരൻ 58 ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 3500-നടുത്ത് ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എയർ ബെൻഡേഴ്സ് എന്ന് പറയുന്ന ഗിൽഡിലാണ് ഈ ഒരു മച്ചാൻ ഇപ്പൊ നിൽക്കുന്നത്. പിന്നെ പുള്ളിക്കാരന്റെ റാങ്ക് നോക്കാനാണെങ്കിൽ BR കറന്റ് പ്ലാറ്റിനം ആണെങ്കിലും 2 തവണ മാസ്റ്ററും കാര്യങ്ങളൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ CS നോക്കാനാണെങ്കിൽ 2 തവണ മാസ്റ്റർ അടിച്ചിട്ടുണ്ട്. പക്ഷേ കറന്റ് ഗോൾഡിലാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. പിന്നെ ഈ ഒരു അക്കൗണ്ടിൽ അത്യാവശ്യം റെയർ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ട്. എന്തായാലും ഞാൻ വീഡിയോയിലൂടെ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കുക. പിന്നെ ഈ രണ്ടാമത്തെ അക്കൗണ്ടിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ഐഡി സെർച്ച് ചെയ്യാം. അപ്പൊ നമ്മുടെ അടുത്ത ഐഡി എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം KMC കൊമ്പന്റ് ഐഡിയ ആണ്. KMC കൊമ്പൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് 5 അക്കൗണ്ടാണ് കിട്ടിയത്. ആ 5 അക്കൗണ്ട് 30 ദിവസത്തിൽ കൂടുതലായി ലോഗിൻ ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വിശദമായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് പറഞ്ഞു പോവാം. അപ്പൊ ഇതിന്റെ അകത്ത് ഫസ്റ്റ് ഐഡി സെർച്ച് ചെയ്തപ്പോൾ പുള്ളിക്കാരൻ 7 ലെവലും അതുപോലെ തന്നെ 1400 ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അടുത്ത ഐഡി ചെക്ക് ചെയ്തപ്പോൾ പുള്ളിക്കാരന് 4 ലെവലും അതുപോലെ തന്നെ 2800 ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ മൂന്നാമത്തെ ഐഡി ചെക്ക് ചെയ്തപ്പോൾ ആ ഒരു മച്ചാന് 2 ലെവലേ ഉള്ളൂ. പക്ഷെ ആ ഒരു മച്ചാന്റെ ലൈക്ക് നോക്കാനാണെങ്കിൽ 529 ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. 529 ലൈക്ക് എന്ന് പറയുന്ന ഒരു വലിയ കാര്യമല്ലെങ്കിലും ആ ഒരു മച്ചാന്റെ ലെവൽ വെച്ച് നോക്കാനാണെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ അടുത്ത ഐഡി ചെക്ക് ചെയ്തപ്പോൾ 2 ലെവലും 389 ലൈക്കാണ് ആ അക്കൗണ്ടിനുള്ളത്. അപ്പോൾ ചുമരെ നമ്മൾ അടുത്തായിട്ട് സെർച്ച് ചെയ്യാൻ പോകുന്നത് നമ്മുടെ രജിസ്റ്ററിന്റെ അക്കൗണ്ട് ആണ്. അപ്പൊ ഈ ഒരു മച്ചാന്റെ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ 12 മില്യൺ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു മച്ചാന്. അപ്പൊ ഈ ഒരു മച്ചാന്റെ ഫാൻസ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചെന്നിട്ട് ഒരു റെഡ് ഹാർട്ട് ഇട്ടേക്കുക. ഞാൻ ഗെയിമിൽ ചെന്നിട്ട് രജിസ്റ്ററിന് ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ അവിടെ ആയിട്ടൊരു 10 അക്കൗണ്ടാണ് വന്നത്. ഞാൻ ആ 10 ഐഡിയിലും കോമൺ ആയിട്ട് കണ്ടത് 30 ദിവസത്തിൽ കൂടുതലായി എല്ലാ ഐഡിയും ലോഗിൻ ചെയ്തിട്ട്. അതുപോലെ തന്നെ ഒരു അക്കൗണ്ടിന് പോലും 20 മണ്ടയ്ക്ക് ലെവലും ഇല്ലായിരുന്നു. ഞാൻ അതിന്റെ അകത്ത് 13 ലെവലുള്ള ഒരു അക്കൗണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ആ അക്കൗണ്ടിലേക്ക് ഏറ്റവും കൂടുതൽ ലെവലുള്ള ഒരു അക്കൗണ്ട്. ഞാൻ ആ അക്കൗണ്ട് എടുത്ത് ഇൻസ്പെക്ട് ചെയ്ത് നോക്കിയപ്പോൾ അവിടെ കാണാൻ കഴിഞ്ഞത് അപ്പോൾ ചുമരെ എനിക്ക് ആ ഐഡിയിൽ കാണാൻ കഴിഞ്ഞത് വെറും 13 ലെവലുള്ള ആ അക്കൗണ്ടിന് 1 ലക്ഷത്തിന് മണ്ടയ്ക്ക് ലൈക്ക് ഉള്ളതാണ്. അപ്പൊ ഈ ഒരു മച്ചാൻ എങ്ങനെയാണ് ഇത്രയും ലൈക്ക് കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞേക്കുക. പിന്നെ ആ ഒരു മച്ചാന്റെ ബയോയ്ക്കകത്ത് ഐ ആം ഡെവലപ്പ് മൈ ഫ്രീ ഫയർ വേൾഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു മച്ചാന്റെ ബാഡ്ജ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ബൂയപ്പാസ് തുടങ്ങിയിട്ട് ഇത്രയും നാളായിട്ട് ആ മച്ചാൻ ഫ്രീ ഫയർ ലോഗിൻ ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര ലൈക്ക് ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കുക. പിന്നെ മച്ചാൻ നമ്മുടെ വീഡിയോ ഇതിലായിട്ട് ലൈക്ക് ചെയ്താൽ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് റെഡിയും കോഡും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ ഒന്ന് സബ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ നമ്മൾ NX ഒഫീഷ്യൽ എന്ന് പറയുന്ന ഒരു ഗിൽഡ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഗിൽഡിന്റെ ലെവൽ നോക്കാനാണെങ്കിൽ ഇപ്പൊ ലെവൽ 5 ആണ്. അപ്പൊ ഈ ഒരു ഗിൽഡിലോട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിലായിട്ട് ഗിൽഡ് ഐഡി കൊടുത്തിട്ടുണ്ട്. കമന്റ് ബോക്സിൽ ചെന്നിട്ട് നിങ്ങളുടെ ഫ്രീ ഫയറിലെ നെയിം അടിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ റിക്വസ്റ്റ് ഇടാനാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഈ ഒരു ഗിൽഡിന്റെ റൂൾ നോക്കാനാണെങ്കിൽ വീക്കിലി 2-3 ദിവസം കയറിയാൽ മതി. പക്ഷേ 800 ഗ്ലോറി മസ്റ്റ് ആണ്. പിന്നെ വെച്ചാൽ ഫ്രീ ആയിട്ട് തന്നെ റെഡി കോഡും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ പറഞ്ഞപ്പോൾ ചിലവർക്ക് വർക്കിംഗ് ആണ്, ചിലവർക്ക് വർക്കിംഗ് അല്ല. അപ്പൊ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ റെഡിയും കോഡും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.